എനിക്കെപ്പോഴും പുതിയ പുതിയ രുചികൾ തേടിപ്പോകുന്നതിനേക്കാൾ എക്സൈറ്റ്മെൻ്റ് ആണ് പഴയ കുറച്ച് രുചികൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ കിട്ടാറുള്ളത്. അങ്ങനെ എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ഐറ്റമാണ് ഈ റവ കേസരി എന്ന് പറയുന്നത്. ഇപ്പം കിട്ടുന്ന എന്തും വാരി വലിച്ച് കഴിക്കുന്ന എനിക്ക് ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഫുഡ് അല്ലാതെ വേറെ ഒന്നും നാവുന്നങ്ങ് ഇറങ്ങാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈ പോലൊരു സ്ഥലത്തുള്ള ഹോസ്റ്റൽ ഫുഡ് പരമാവധി ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഒന്നും കഴിക്കാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അടുത്തുള്ള അമ്പലത്തിൽ കയറി എന്നും പ്രാർത്ഥിക്കായിരുന്നു. അവിടുന്ന് പല ദിവസങ്ങളിലും ഞങ്ങൾക്ക് കിട്ടാറുള്ള ഒരു പ്രസാദമായിരുന്നു ഈ റവ കേസരി എന്ന് പറയുന്നത്. പലപ്പോഴും തല ഇറങ്ങി വീഴാതെ എന്നെ പിടിച്ചു നിർത്തിയത് ഈ ഒരു പ്രസാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. അത്രയും സ്പെഷ്യലായ സാധനം 6 വർഷത്തിന് ശേഷം ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കി കഴിച്ചപ്പോൾ ലൈഫ് അങ്ങ് പുറകിലോട്ട് പോയതുപോലെ തോന്നി. പക്ഷെ എത്രയാണേലും അന്ന് എന്റെ വിശപ്പ് മാറ്റിയ ആ ഒരു പ്രസാദത്തിന്റെ രുചി ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഏട്ടന് ഇത് ഇഷ്ടമായി. അടുത്ത തവണ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിപ്പോ എനിക്കൊരു കൊറിയറും വന്നു. ഇവളുടെ ഒരു കൊറിയർ എപ്പോൾ നോക്കിയാലും കൊറിയർ എന്ന് വിചാരിക്കേണ്ട. എന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് എനിക്ക് കൂടുതൽ ബെറ്റർ. കാരണം മോളെയും കൊണ്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു സാധനം തപ്പിയെടുക്കണമെങ്കിൽ വല്ലാത്ത പാടാണ്. അതിലും നല്ലതാണ് മോൾ ഉറങ്ങുന്ന സമയത്ത് ഫോണിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യല്. അതിൽ ചിലപ്പോൾ പണി കിട്ടാറുമുണ്ട്, ലോട്ടറി അടിക്കാറുമുണ്ട്. ഈ ലോട്ടറി അടിച്ച സാധനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. കാരണം എന്നെ പോലെ തന്നെയുള്ള കുറച്ച് ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ട്, അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ വേണ്ടവർക്ക് ലിങ്ക് താഴത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ.